ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേരുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണമാണ്, നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഓണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാബലി ചക്രവർത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാബലിയുടെ പുനരവതാരമായ പിണറായി മഹാരാജാവിനെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നടത്താമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനവുമാണ്. ഡോക്ടർ രാധാകൃഷ്ണനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന ഞങ്ങളുടെ ആലുവ UC കോളേജിൻ്റെ സ്ഥാപകനായ KC ചാക്കോ സാറിനെക്കുറിച്ചോ എന്തെങ്കിലും പറയാൻ വിചാരിച്ചു. അപ്പോഴാണ് അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള വേറൊരു വിഷയം കയറി വന്നത്. വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. പലരും പല രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. അല്പം വൈകിട്ട് ഞാൻ പറയുന്നത് ഇന്ന് അധ്യാപക ദിനമായതുകൊണ്ട്. അപ്പോൾ അധ്യാപക ദിനത്തിലേക്ക് ഈ വിഷയം മാറ്റിവെച്ചാണ് എന്നർത്ഥം. ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്ന അധ്യാപകൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും. മൂന്നാർ ഗവൺമെൻറ് കോളേജിൽ ജോലി ചെയ്തിരുന്ന, ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച, സസ്പെൻഷനിലിരുന്നുകൊണ്ട് സർവീസിൽ നിന്ന് വിരമിച്ച ആനന്ദ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനാണ്, കഥാപുരുഷൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ ബൂർഷ്വ ചാനലുകളും ആ ബൂർഷ്വ പത്രങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വിതുമ്പി തുളുമ്പി പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇദ്ദേഹം ഈ വാർഷിക പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച ആ 3-4 യുവതികളെ പിടികൂടി. ഇവർ MA പഠിക്കുന്ന കുട്ടികളാണ്. പിടികൂടപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പുള്ളി ഇൻവിജിലേറ്ററോട് പറഞ്ഞു. ഇൻവിജിലേറ്റർ നടപടി എടുക്കുന്നതിന് പകരം ആ വിവരം പ്രിൻസിപ്പളിനെ അറിയിച്ചു. പ്രിൻസിപ്പൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എഴുതി അയക്കാൻ മറന്നുപോയതാണ്, മനഃപൂർവ്വമല്ല. അതോടൊപ്പം തന്നെ ഈ അധ്യാപകനെതിരായിട്ട് ഈ വിദ്യാർത്ഥിനികൾ പരാതി കൊടുത്തു. ഇയാൾ അനാവശ്യമായി ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു. ഒരു പെൺകുട്ടി പറഞ്ഞാൽ അവളുടെ മാറിടത്തിൽ കയറി പിടിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി വരുന്നു. അതേക്കുറിച്ച് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി കൂടി ചർച്ച ചെയ്യുന്നു, പരിശോധിക്കുന്നു. അധ്യാപകൻ്റെ ഭാഗത്ത് വലിയ ലാപ്സ് ഉണ്ടായിട്ട് എന്ന് കണ്ടെത്തുന്നു. അത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. കർത്തവ്യ വ്യഗ്രനായ മൂന്നാർ സബ് ഇൻസ്പെക്ടർ ഈ അധ്യാപകൻ്റെ പേരിൽ 1 അല്ല 4 ക്രിമിനൽ കേസുകൾ എടുക്കും. 4 ക്രിമിനൽ കേസ് എടുക്കുന്നു. കാരണം ഓരോരുത്തർക്കും ഓരോ പരാതി, ഓരോ പരാതിയിലും ഓരോ FIR, ഓരോ FIRനും ഓരോ കുറ്റപത്രം. അങ്ങനെ അധ്യാപക സുഹൃത്തിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ക്രിമിനൽ കേസ് നടക്കുന്നു. 2 കേസിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നു, 2 കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കും. അതിൻ്റെ പുറത്ത് ഇദ്ദേഹം തൊടുപുഴ സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കും. അവിടുത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ വിധിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. സെഷൻസ് ജഡ്ജി ഒരു സ്ത്രീയാണ്. അവരുടെ വിധി പ്രകാരം ഈ അധ്യാപകൻ തികച്ചും നിരപരാധിയാണെന്ന് മാത്രമല്ല, ഇത് SFIക്കാർ ഇദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ വിദ്വേഷം മുൻനിർത്തി കെട്ടിച്ചമച്ച കേസാണ്. ഇതിനാസ്പദമായ പരാതി മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയതാണ്. ഈ 4 പെൺകുട്ടികളുടെയും പരാതികൾ 4 തരത്തിലാണ്. അപ്പോൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, പൂർവാപര വിരുദ്ധമാണ് പരാതികൾ. എന്ന് മാത്രമല്ല, ഈ സാക്ഷികളുടെ മൊഴികളിലും ഈ പറഞ്ഞ രീതിയിൽ വലിയ പാകപ്പിഴകൾ ഉണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. ഒരു കോടതിക്കും ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത മൊഴികളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കുറ്റം നിലനിൽക്കുന്നതല്ല, അധ്യാപകനെ വെറുതെ വിടണം. പക്ഷെ കോടതി അവിടെ കൊണ്ട് നിർത്തുന്നില്ല. കോടതി പറയുന്നത് ഇത് CPMകാരുടെ ഒരു ഫ്രോഡ് പരിപാടിയാണ്. SFIക്കാരെയും മുൻനിർത്തി, DYFIക്കാരെയും SFIക്കാരെയും മുൻനിർത്തി മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചിട്ടാണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ്. ഇതിൽ പത്രത്തിൽ വരാഞ്ഞാൽ അല്ലെങ്കിൽ പത്രക്കാർ പറയാൻ മറന്നുപോയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, 2014 ഈ സംഭവം നടന്നത്. 2014 കേരള സംസ്ഥാനം ഭരിച്ചിരുന്ന ആരായിരുന്നു? മഹാനായ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത്, അതുപോലെ PK അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് മന്ത്രിയായിട്ട് ബഹുമാനപ്പെട്ട അനിൽകുമാർ ഉണ്ടായി. ഈ അധ്യാപകൻ പട്ടികജാതിക്കാരനാണ്. അപ്പോൾ ഇത്ര പേരൊക്കെ ഉണ്ടായിട്ടും ഈ അധ്യാപകനെതിരെ ഇങ്ങനൊരു നടപടി എടുക്കുന്നത് തടയാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. രണ്ടാമത്തേത്, കോടതി വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതിൽ SFIക്കാർ മാത്രമല്ല കുറ്റവാളികളായിട്ടുള്ളത്. ഞാൻ പലതവണ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ നേതാക്കന്മാരും നേതാക്കളും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. അത് ഏത് സംഘടന എന്ന് വെച്ചാൽ AKGCT എന്ന് പറഞ്ഞ ഒരു തീവ്ര സംഘടനയുണ്ട്. ഭീകര സംഘടന എന്ന് പറയുന്നത് കൂടുതൽ ശരി. വിധ്വംസക സംഘടന എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ശരി. ആ സംഘടനയുടെ പേര് കേരള ഗവൺമെൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നാണ്. ആ സംഘടനയുടെ ഭാരവാഹികളാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കുന്നത്. ഈ അധ്യാപകനെ പൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അത് കോടതി വിധിയിൽ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല,
ഈ അധ്യാപകനെതിരായിട്ട് കള്ളമൊഴി കൊടുക്കാൻ പോയതിൽ, കള്ളസാക്ഷി പറയാൻ പോയതിൽ ഒരാൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ വന്ന് കോടതിയിൽ കള്ളസാക്ഷി പറയായിരുന്നു. പ്രിൻസിപ്പളിൻ്റെ മൊഴി ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് ജില്ലാ ജഡ്ജി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഈ പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ ചേർന്നിട്ടാണ് അധ്യാപകനെതിരായിട്ട് ഇതുപോലെ ഗൂഢാലോചന നടത്തിയത്. ഈ വ്യാജ പരാതികൾ സ്വീകരിച്ച്, അതും സംഭവം നടന്നു എന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞ് എത്രയോ കാലത്തിന് ശേഷമാണ് പരാതി. മാത്രമല്ല, ശരിയായ തെളിവുകൾ കോടതി മുമ്പിൽ നിന്നും മറച്ചു വയ്ക്കും, കള്ള തെളിവുകൾ ഹാജരാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് അഡീഷണൽ ജില്ലാ ജഡ്ജി അവരുടെ വിധിന്യായത്തിൽ എഴുതിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ്. അപ്പോൾ പോലും മാർക്സിസ്റ്റുകാർ പറയുന്നതാണ് പോലീസിനും കൊളിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾക്ക് ഭേദവാക്യം. രണ്ടാമത്, ഇതിൽ കള്ളസാക്ഷി പറയാൻ പോയിട്ടുള്ളത് പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ. ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മറ്റ് അധ്യാപകർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ആരോപണത്തിൻ്റെ പിന്നിൽ. ഒരു അധ്യാപകനെ പീഡിപ്പിക്കുന്നതിന്, അയാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിൽ ഇവർ വഹിച്ച പങ്കെത്രയെന്ന് ആലോചിച്ചു. മാത്രമല്ല, അധ്യാപകൻ എത്രയോ കാലമായിട്ട് സസ്പെൻഷനിലാണ്. സസ്പെൻഷനിലിരുന്നാണ് പുള്ളി റിട്ടയർ ചെയ്ത് പോയത്. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിട്ടില്ല, DCRG കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി ഇതുവരെ ആത്മഹത്യ ചെയ്യാതെ എങ്ങനെ പിടിച്ചു എന്നേ നമുക്ക് സംശയമുള്ളൂ. അതിന് അടുത്ത പ്രശ്നം, ഇതേ തെളിവുകൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നതാണ്. ഈ കൊഞ്ഞാണനായ മജിസ്ട്രേറ്റ് ആ തെളിവുകൾ ശരിയായ രീതിയിൽ പരിശോധിച്ചെങ്കിൽ അദ്ദേഹത്തെ അന്നേ വെറുതെ വിടാൻ വരും. അത് ചെയ്തില്ല. അതിന് പകരം ഈ അധ്യാപകനെ ശിക്ഷിച്ചു. ഇനി സർക്കാരിന് വേണമെങ്കിൽ ഇനിയും അയാളെ ബുദ്ധിമുട്ടിക്കാം. എങ്ങനെയെന്നറിയാമോ? ഇതിൻ്റെ പുറത്ത് ഹൈക്കോടതിയിൽ ഒരു റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്താൽ മതി. ഈ അധ്യാപകൻ്റെ ആയുഷ്കാലത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുകയില്ല. അയാൾ സസ്പെൻഷനിലിരുന്ന് കേസിൻ്റെ പെൻഡൻസിയിൽ തന്നെ മരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ കോളേജ് അധ്യാപകരെയും സ്കൂൾ അധ്യാപകരെയും മറ്റാളുകളെയൊക്കെ ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അധ്യാപക ദിനത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ഇത് കാണുന്ന എല്ലാ അധ്യാപകർക്കും, അനധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും ആത്മാർത്ഥമായ അധ്യാപക ദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു. മാവേലി നാടുവാണ കാലം പോലെയല്ല, ഇപ്പോൾ ഇതുപോലെയുള്ള വ്യാജ പരാതികളും ഉത്തരവാദിത്വമില്ലാത്ത പോലീസുകാരും കർത്തവ്യബോധമില്ലാത്ത അല്ലെങ്കിൽ നിയമം അറിയാത്ത മജിസ്ട്രേറ്റുമാരുമുള്ള കാലമാണ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കള്ളിമുൾ ചെടിയിൽ പൂവിരിക്കുന്ന പോലെ ഒരു അഡീഷണൽ ജില്ലാ ജഡ്ജി ഉണ്ടായി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവരും സംയമനം പാലിക്കുക, എല്ലാവരും പെൺകുട്ടികളിൽ നിന്ന് അകലം പാലിക്കുക. അല്ലെങ്കിൽ ഈ അധ്യാപകൻ്റെ അവസ്ഥ അതുമല്ലെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.